നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നക്ഷത്ര ജാതകരുടെ മനസ്സിന്റെ നന്മ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ്. ഈ നാളുകാരുടെ ദോഷദുരിതങ്ങൾ അകന്ന് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തുവാനായിട്ട് പോവുകയാണ്. എന്നിരുന്നാലും തീർച്ചയായിട്ടും ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുവാനും ഈശ്വര സഹായത്താൽ ജീവിതത്തിൽ അനുഗ്രഹമുള്ള 11 നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണ നിങ്ങൾ പോയി തീർച്ചയായിട്ടും ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവിക സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. രണ്ടാമത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്. ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. കാര്യസാധ്യം സാധ്യമാകും. അതുപോലെ തന്നെ പുണർദം നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഭാഗ്യം വന്നു ചേരും. ദോഷദുരിതങ്ങളൊക്കെ അകന്നു പോകും. നവഗ്രഹ പ്രാർത്ഥന നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ കടന്നു വരും. മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. മനക്ലേശങ്ങളൊക്കെ മാറി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ദൈവിക സമാധാനവും നിങ്ങൾക്ക് ലഭ്യമാകും. 4, 5, 6 എന്നീ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂരാടം, അത്തം, വിശാഖമാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ളവരാൽ തട്ടിത്തെറിപ്പിക്കപ്പെട്ടു പോയ എല്ലാ ഭാഗ്യവും ഇവരുടെ ജീവിതത്തിൽ തിരികെ ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അടുത്ത 3 നക്ഷത്ര ജാതകർ തൃക്കേട്ട, അതുപോലെ പൂയം, തിരുവോണം എന്നീ നക്ഷത്ര ജാതകരാണ്. അതുപോലെ തന്നെ ഇവർക്ക് സുഖം, സന്തോഷം, ജീവിതാനുഗ്രഹം, തടസ്സങ്ങളിൽ നിന്നുമുള്ള അകൽച്ച, നാൾതോറും വന്നു ചേരുന്ന പ്രയാസങ്ങൾ ഇതെല്ലാം മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഗുരുവായൂരപ്പനെ ഒന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയവും അതുപോലെ തന്നെ പൂരുരുട്ടാതിയുമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകന്ന് ധനലാഭം സാധ്യമാകുന്ന 2 നക്ഷത്രമാണ് ഈ നക്ഷത്ര ജാതകർ. ജീവിതത്തിലെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് അകലട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്ത് തരം ഭാരങ്ങളാണോ എന്ത് തരം ദുഃഖങ്ങളാണോ നിങ്ങളെ പിടികൂടുന്നത് അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അകന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഈശ്വര അനുഗ്രഹവും ഈ 11 നക്ഷത്ര ജാതകർക്കും മറ്റു നക്ഷത്ര ജാതകർക്കും ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഇതൊക്കെയാകുന്നു ആ 11 നക്ഷത്ര ജാതകർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.